വിവരമറിയും. അമേരിക്കൻ ഉപരോധങ്ങൾ വകവയ്ക്കാതെ ഹോർമുസ് കടന്നു ചൈനീസ് കപ്പൽ. ഇറാനിയൻ എണ്ണ വ്യാപാരത്തെ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ വകവയ്ക്കാതെ ചൈനീസ് കപ്പൽ. അമേരിക്കൻ ഉപരോധമുള്ള റിച്ച് സ്റ്റാറി എന്ന ചൈനീസ് ബന്ധമുള്ള കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നുപോയതായി ഷിപ്പിംഗ് ഡേറ്റ കാണിക്കുന്നുണ്ട്. ഉപരോധം ആരംഭിച്ചതിനു ശേഷം കടലിടുക്ക് കടന്ന് ഗൾഫിൽ നിന്നും പുറത്തു കടക്കുന്ന ആദ്യ കപ്പലായിരിക്കും റിച്ച് സ്റ്റാറി എന്ന് LSEG, മറൈൻ ട്രാഫിക്, കെപ്ലർ എന്നിവയിൽ നിന്നുള്ള ഡേറ്റകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇതിനു മുൻപ് ഫുൾ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കപ്പലിനെ 2023 തന്നെ അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 2 തവണയാണ് പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തു കടക്കാൻ ഈ കപ്പൽ ശ്രമം നടത്തിയത്. ഉപരോധം പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ അസാധാരണ നീക്കങ്ങൾ നടന്നത്. ഇറാനിലെ ഖേഷം ദ്വീപിന് സമീപത്തെത്തിയ റിച്ച് സ്റ്റാറി ആദ്യം പിന്തിരിഞ്ഞുവെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും യാത്ര തുടരുകയായിരുന്നു. ഈ സമയത്ത് കപ്പലിന് ചൈനീസ് ഉടമസ്ഥതയാണുള്ളതെന്നും ചൈനീസ് ജീവനക്കാരാണുള്ളതെന്നും റേഡിയോ വഴി സന്ദേശം നൽകി. സമുദ്ര സുരക്ഷാ മാനദണ്ഡം എന്ന നിലയിലാണ് ഇത്തരം വിവരങ്ങൾ കൈമാറുന്നത്. റിച്ച് സ്റ്റാറിയെ കൂടാതെ എൽപിസ് എന്ന മറ്റൊരു കപ്പലും ഇതേ സമയം ഹോർമുസ് കടലിടുക്കിലൂടെ നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചാറ്റ് കെമിക്കൽ SIയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ നേരത്തെ ഒരു ഇറാനിയൻ തുറമുഖത്ത് അടുത്തിരുന്നതായി കപ്പലുകളെ നിരീക്ഷിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുടെ ഈ കടുത്ത നീക്കം ഊർജ്ജ ഇറക്കുമതിയെ അമിതമായി ആശ്രയിക്കുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ വൻ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കാൻ ലോകരാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ഉപരോധം ആരംഭിച്ച സമയത്ത് മറ്റൊരു ടാങ്കറായ എൽപിസ് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കപ്പൽ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമുകളായ കെപ്ലറും വോർടെക്സയും പറയുന്നതനുസരിച്ച് തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് കപ്പൽ ഗൾഫിലെ ഒരു ഇറാനിയൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. ഉപരോധം നടപ്പിലാക്കിയതിനു ശേഷം ട്രാക്കിംഗ് ട്രാൻസ്പോണ്ടറുകൾ സ്വിച്ച് ഓൺ ചെയ്ത ഒരു കപ്പലും പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത് നടപ്പാക്കൽ നടപടികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകുന്നതുവരെ പല ഓപ്പറേറ്റർമാരും ചലനങ്ങൾ തടഞ്ഞുവെച്ചേക്കാമെന്ന് സൂചിപ്പിക്കുന്നു. വാഷിംഗ്ടണിന്റെ ഈ നീക്കം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയെ ഗണ്യമായി ആശ്രയിക്കുന്ന ഏഷ്യയിലുടനീളമുള്ള രാജ്യങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ആശങ്കകൾ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര ഇടപെടൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ചൈനയുടെ വിദേശകാര്യമന്ത്രി വാങ് യി പങ്കാളികളോട് അഭ്യർത്ഥിച്ചതായി തിങ്കളാഴ്ച ബീജിംഗ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ടാങ്കറിന്റെ രജിസ്ട്രേഷൻ വിശദാംശങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. റിച്ച് സ്റ്റാറിയുടെ മലാവിയുടെ പതാകയ്ക്ക് കീഴിൽ സഞ്ചരിക്കുന്ന കപ്പലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കരയാൽ ചുറ്റപ്പെട്ട ആഫ്രിക്കൻ രാജ്യത്തെ അധികാരികൾ സമുദ്രത്തിൽ പോകുന്ന കപ്പലുകളുടെ ഔദ്യോഗിക രജിസ്ട്രി പ്രവർത്തിപ്പിക്കുന്നില്ലെന്ന് പ്രസ്താവിച്ചു. മാരിടൈം ഡേറ്റാബേസ് ഇക്വിസിസ് കപ്പലിന്റെ ഉടമയെ ഫുൾ സ്റ്റാർ ഷിപ്പിംഗ് ലിമിറ്റഡ് എന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഇത് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള ഷാങ്ഹായ് സുവാൻചർ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ പങ്കിടുന്നു. ഷാങ്ഹായ് ആസ്ഥാനമുള്ള സ്ഥാപനവുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചില്ലെന്നും അഭിപ്രായത്തിനായി ഇമെയിൽ വഴി അയച്ച അഭ്യർത്ഥനയ്ക്ക് കമ്പനി ഉടൻ മറുപടി നൽകിയില്ലെന്നും റിപ്പോർട്ടുണ്ട്. എൽപിസിന്റെ ഉടമസ്ഥാവകാശ വിശദാംശങ്ങളും സൂക്ഷ്മ പരിശോധനയിലാണ്. ചാറ്റ് കെമിക്കൽ SIയുടെ ഉടമസ്ഥതയിലുള്ള ഈ കപ്പൽ അതിന്റെ മാനേജറായ IMS ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കോൺടാക്ട് വിശദാംശങ്ങൾ ഉപയോഗിക്കുന്നു. മലേഷ്യ ആസ്ഥാനമായുള്ള സ്ഥാപനവുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇമെയിൽ അന്വേഷണങ്ങൾക്ക് ഉടനടി മറുപടി ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.